കുറച്ചു നാളായി വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. കൂടുതലും സി പി എമ്മിൽ നിന്നാണ് ഉയരുന്നത്. ഇന്ന് അദ്ദേഹം ഇതിനെല്ലാം ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. അതായത് ആ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണ്, അല്ലെങ്കിൽ തന്നെ വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ അപ്പം അദ്ദേഹം ഇത്രയും നാള് വർഗീയത തുപ്പിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ ഇത്രയും വിമർശനം ഉയർന്നത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ എന്ന് ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഈ വർഗീയത തുപ്പുക എന്നാണോ? ഇപ്പോൾ ഇന്നത്തെ യോഗനാഥ് എഡിറ്റോറിയൽ വായിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയാണെന്ന് വിചാരിച്ചു പോകും. അതായത് തൻ്റെ സംഘടനയായ SNDPക്കെതിരെ പാളവങ്ങിയാൽ അത് നോക്കി നിൽക്കാനില്ല, അല്ലെങ്കിൽ കൈകെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ള താക്കീത്, എതിരാളികൾക്കെതിരെയുള്ള താക്കീതാണ് ആ ഒരു എഡിറ്റോറിയലിലൂടെ ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, മീഡിയകളിലൂടെ വന്ന വാർത്തകളെയും വെള്ളാപ്പള്ളി നിഷേധിക്കുകയാണ്. അത് ഒരു കഴഞ്ച് പോലും അതിൽ സത്യമില്ല എന്ന രീതിയിലാണ് ആ ഒരു എഡിറ്റോറിയൽ വെള്ളാപ്പള്ളിയുടെ പരാമർശം മുഴുവൻ. കൂടാതെ ഇപ്പോൾ പറഞ്ഞല്ലോ വർഗീയത, ഈ വെള്ളാപ്പള്ളി വാ തുറക്കുന്നത് വർഗീയത പറയാനും രണ്ടാമത് പിണറായി സ്തുതിക്കാനുമാണെന്ന് പൊതുവെ ഒരു ഇതുണ്ട്, കരക്കമ്പിയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത്. CPM പി രാജീവ് ആകട്ടെ, അല്ലെങ്കിൽ MABB, അല്ലെങ്കിൽ മറ്റ് മുതിർന്ന നേതാക്കളാകട്ടെ, ഇവരെല്ലാവരും വെള്ളാപ്പള്ളിയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിനെ എതിർത്തെങ്കിലും അല്ലെങ്കിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ തുറന്നിട്ടില്ല പിണറായി വിജയൻ. എന്തുകൊണ്ടാണെന്നുള്ള വെള്ളാപ്പള്ളിക്കും പിണറായി വിജയനും മാത്രമേ അറിയൂ. കാരണം അവർ തമ്മിലുള്ള ആ ഒരു വിശുദ്ധ കൂട്ടുകെട്ട് എന്ന് തന്നെ വേണം പറയാൻ. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശുദ്ധ കൂട്ടുകെട്ടാണ്. പിണറായി വിജയനെ അയ്യപ്പ ഭക്തനാക്കിയതും ഈ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണല്ലോ. അപ്പോൾ തനിക്കെതിരെ ഉയരുന്ന ചോദ്യശരങ്ങളെ പിണറായി വിജയൻ ഒരു രീതിയിൽ മൗനം പാലിക്കുന്ന ഒരു വശത്ത് മൗനം പാലിക്കുന്നു പിണറായി വിജയൻ, മറുവശത്ത് ഇതുപോലെ യോഗനാഥും എഡിറ്റോറിയലിലൂടെ മുക്തകണ്ഠൻ രീതിയിൽ വിമർശിച്ച് ഒരു പ്രതിരോധ കോട്ട തീർക്കുകയാണ് വെള്ളാപ്പള്ളി. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, വെള്ളാപ്പള്ളിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടെന്നത് CPIM നിന്നാണ്. പാർട്ടി തോൽക്കാൻ കാരണം വെള്ളാപ്പള്ളിയാണെന്നുള്ള രീതിയിൽ ഒരുപാട് വിമർശനം ഉയരുന്നുണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹം ഇറക്കിയ ആ എഡിറ്റോറിയലിൽ CPMനെതിരെയോ പിണറായി വിജയനെതിരെയോ പാർട്ടിക്കെതിരെയോ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അപ്പം അദ്ദേഹത്തിന് CPMനെ പേടിയാണോ? പിണറായി വിജയന്റെ ഉറ്റ സുഹൃത്താണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് തന്നെ CPMന്റെ ഏറ്റവും ഒരു വ്യക്തി പുരുഷൻ, അല്ലെങ്കിൽ ഒരു യുഗ പുരുഷനെ പോലെയാണ് വെള്ളാപ്പള്ളി നടേശനെ ഒരു കൂട്ടം CPMലെ പ്രവർത്തകർ കാണുന്നത്. അതുകൊണ്ട് തന്നെ CPMനെ വിമർശിക്കാനോ അല്ലെങ്കിൽ CPMലെ ഉയർന്ന ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളെ ഖണ്ഡിക്കാനോ വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പരോക്ഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, ഒരു വാക്കുതർക്കമുണ്ടെങ്കിലും പൊതുവേദിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ പൊതു ഇടത്ത് CPMനെ അത്ര കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇന്നിറങ്ങിയ യോഗനാഥത്തില് മുസ്ലിം ലീഗിനെതിരെ സംസാരിക്കാൻ അദ്ദേഹം എന്തായാലും മറന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹം വർഗീയതയും പാർട്ടിക്കെതിരെയും UDF ഈ മുസ്ലിം ലീഗിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അവരുള്ളവരെ മാത്രമേ പാർട്ടിയിൽ എടുക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു പരാമർശം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികം. അതായത് മുസ്ലിം ലീഗിനെ വർഗീയ ശക്തിയായി വെള്ളാപ്പള്ളി മുദ്ര കുത്തുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു പ്രവർത്തകനാണ്, അല്ലെങ്കിൽ സാമുദായിക നേതാവല്ലേ. അപ്പൊ ഏത് രീതിയിൽ ഏത് കലപ്പയിൽ ഈ ഒരു വെള്ളാപ്പള്ളി നടേശനെ പൂട്ടണം എന്ന് കൂടി സ്വയം വിമർശിക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്വയം വിലയിരുത്തണം. തന്നെ ഏത് കലപ്പയിൽ കൊണ്ടുപോയി പൂട്ടും? മുസ്ലിം ലീഗ് വർഗീയവാദികളാണെങ്കിൽ ഇതുപോലെ ഏത് നേരവും വർഗീയവേഷം തുപ്പുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ ഏത് കാറ്റഗറിയിൽ പെടും? അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട്, തനിക്കെതിരെ കുറെ കേസ് പറയുന്നുണ്ട്, ഈ കേസൊന്നും തൻ്റെ തെളിഞ്ഞിട്ടില്ല, ഇതിലൊക്കെ താൻ നിരപരാധിയാണ് എന്നുള്ള രീതിയിൽ. ഈ കേസ് മുഖ്യന്റെ ഒരു സ്നേഹമായിരിക്കുമോ CPMനോട് ഇവർക്ക്? പിന്നെ അല്ലാതെ. അതായത് 10 വർഷം LDF ഭരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തിട്ടുള്ള അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നൊരു സാമുദായിക നേതാവാണ്. അദ്ദേഹത്തിനെതിരെയുള്ള മൈക്രോ ഫിനാൻസ് കേസാവട്ടെ, തിരഞ്ഞെടുപ്പിൻ്റെ കേസാവട്ടെ, അല്ലെങ്കിൽ ഇത്തരം വർഗീയ പരാമർശങ്ങളാവട്ടെ, കൂടാതെ SNDPയിലെ തന്നെ ഉണ്ടായിരുന്ന ഒരു മുൻ അംഗം ഉണ്ടായിരുന്നു, KK മഹേഷൻ. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്, 32 പേജുള്ള കുറിപ്പിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ മരണം വെള്ളാപ്പള്ളി നടേശൻ്റെ വേണ്ടി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് മാത്രമാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ച 32 പേജുള്ള ആത്മഹത്യാ പത്രം ഇപ്പോഴും പുറത്ത്
വന്നിരിക്കുകയാണ്. എന്നിട്ടും പകൽ വെളിച്ചത്തിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുകയാണ് തൻ്റെ കൈകൾ പരിശുദ്ധമാണ്, ഞാൻ നിരപരാധിയാണെന്ന്. കാരണം ഈ കേസുകളിലെല്ലാം തെളിവില്ലാതെ തേച്ച് മായ്ച്ചു കൊടുത്തത് പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉപകാരസ്മരണ, ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ആ ഒരു ഉപകാരസ്മരണ അല്ലെങ്കിൽ ആ ഒരു നൻപൻ, അത് ആ ഒരു കടപ്പാട് എന്നും വെള്ളാപ്പള്ളിക്ക് പിണറായി വിജയൻ ഉണ്ടാവും. അതുമാത്രമല്ല, പിണറായി വിജയന് മറ്റു രീതിയിലുള്ള കടപ്പാടുകൾ വെള്ളാപ്പള്ളിയോടും ഉണ്ടാവും. പക്ഷേ ഇവർ രണ്ടുപേരും കടപ്പാടുകൾ വെറുതെ കേരളത്തിന്റെ തലയിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് കാരണം തൻ്റെ സാമുദായിക സ്ഥലത്ത്, അതായത് SNDP യോഗത്തിൽ അല്ലെ SNDPക്ക് ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു താഴ്ച വന്നിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു സംസാരമുണ്ട്. അതെങ്ങനെയാണെന്ന് മനസ്സിലാകുന്നു? അതായത് SNDPയിലെ ഏറ്റവും ശാപമായിട്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ആ ഈഴവ സംഘടന അല്ലെങ്കിൽ ഈ SNDP സംഘടന തന്നെ കാണുന്നത്. അത് മുമ്പ് പല പ്രസ്താവനകളും, ഇപ്പോൾ പൂക്കാസയിലെ ഒരു അംഗമായ അശോകൻ ചെരുവിൽ തന്നെ പറഞ്ഞിരുന്നു, അതായത് വെള്ളാപ്പള്ളി ഉള്ളിടത്ത് ഗുരു ഉണ്ടായിരിക്കില്ല, ഈ ഈഴവർ പോലും ഏറ്റവും കൂടുതൽ വെറുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ SNDP ജനറൽ സെക്രട്ടറി എന്നുള്ളത്. അതായത് ഈ ഒരു ഹിന്ദു സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു SNDPക്ക് കീഴിലുള്ള ആ ഒരു സമുദായത്തിന് കീഴിലുള്ള ജനങ്ങൾക്ക് പോലും അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിന് പോലും ഏറ്റവും വെറുക്കപ്പെട്ടവനായി വെള്ളാപ്പള്ളി മാറിയ ഒരു സാഹചര്യത്തിലാണ് ആ SNDPക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഈ ഒരു വർഗീയ പരാമർശങ്ങളും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ള ഒരു വർഗീയ പരാമർശങ്ങളും അടിച്ചിറക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കണം തൻ്റെ ഒരു യോഗ്യത എന്താണെന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞ കുറച്ച് കേസുണ്ടല്ലോ, മൈക്രോ ഫിനാൻസ് അങ്ങനെ പോലുള്ള കേസുകളിൽ താൻ ശുദ്ധനാണെന്ന്. പക്ഷേ ഈ കേസ് ഒന്നുകൂടെ ഒന്ന് അന്വേഷണം വന്നു കഴിഞ്ഞാൽ തൻ്റെ കയ്യിൽ എല്ലാ പരിശുദ്ധമാണോ അല്ലയോ എന്ന് തെളിയുമല്ലേ? അത് ഉറപ്പായിട്ടും വരുമല്ലോ. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ സേവനം ഏതെങ്കിലും ജയിലിൽ ഉള്ളിലായിരിക്കും. അതുകൊണ്ടാണ് പരമാവധി ഇപ്പോൾ UDF സർക്കാരിനെ അധികം ചൊറിയാതെ മുസ്ലിം ലീഗിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അളമുട്ടിയാൽ UDF സർക്കാർ, അതല്ലെങ്കിൽ VD സതീശൻ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ഫയലടക്കം എടുത്തിട്ട് കുടഞ്ഞെടുത്ത് വെള്ളാപ്പള്ളിയുടെ ബാക്കിയുള്ള കാലം ജയിലിനകത്തുള്ളിൽ കഴിയേണ്ടി വരും. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കാര്യം പറഞ്ഞു, അതായത് വർഗീയവാദികൾ മാത്രമാണെന്ന്. ഇപ്പോൾ ആ വർഗീയവാദികളാണ് നിങ്ങൾ പോലും തിരിഞ്ഞു നോക്കാത്ത ആ ഒരു ചൂരൽമലയിൽ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി നിരവധി വീടുകൾ പണിതത്. അവർക്ക് കുറച്ച് കാലത്തേക്ക് കഴിയാൻ വേണ്ടിയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ സാധന സാമഗ്രികളും അവർക്ക് എത്തിച്ചു കൊടുത്തത്. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നില്ലേ? ആ ഒരു സമുദായത്തിലുള്ളവർക്കെങ്കിലും ഒരു രൂപയുടെ എങ്കിലും സഹായം എത്തിച്ചു കൊടുക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചില്ലല്ലോ. പകരം വയനാട് സർക്കാർ ടൗൺഷിപ്പ് വരുന്നു, അതിനെ ഒരുപാട് മുക്താണ്ടം പ്രശംസിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്ത വെള്ളാപ്പള്ളി എന്തുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള സംഘടനയിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു രൂപയെങ്കിലും നീക്കി വെച്ചില്ല, അല്ലെങ്കിൽ ഒരു രൂപയെങ്കിലും അവർക്ക് വേണ്ടി കയ്യിൽ കൊടുത്തില്ല? അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതുകൂടി ഒന്ന് ആലോചിക്കണം. അതുമാത്രമല്ല, ഞരളത്ത് ഹരിഗോവിന്ദൻ എന്നുള്ള ഒരു സോപാന സംഗീതജ്ഞനുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ജനാധിപത്യപരമായുള്ള ഒരു പാർട്ടി, അല്ലെങ്കിൽ അതുപോലൊരു സംഘടനയിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. അതായത് ഗായത്രി മന്ത്രം ഉരുവിട്ട് പൂണൂലും ഇട്ടുകൊണ്ടാണ് ആ ഞരളത്ത് ഹരിഗോവിന്ദൻ, ആ ഒരു സോപാന സംഗീതജ്ഞൻ, ആ ഒരു മുസ്ലിം ലീഗിലെ അംഗമായി കടന്നു ചെന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ടൊന്ന് സ്വയം അവലോകനം ചെയ്യണം വെള്ളാപ്പള്ളി, തൻ്റെ നില എന്താണെന്നും അല്ലെങ്കിൽ താൻ വിമർശിക്കുന്ന മുസ്ലിം ലീഗ് ഏത് ഉയരത്തിലാണെന്നും.